ചേർത്തല ബിന്ദു പത്മനാഭൻ വധക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. രഘുനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ഏറെ നാളുകളായി തുടരുന്ന അന്വേഷണമാണ്. ഇപ്പോൾ എവിടെ കൊണ്ടുവന്ന തെളിവെടുപ്പ് പൂർത്തിയായോ? ഈ സെബാസ്റ്റ്യൻ തുടക്കം മുതലേ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലായിരുന്നു അന്വേഷണത്തോട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ദിവിഷ്, ജൈനമ്മ കേസിൽ അറസ്റ്റിലായ പിന്നാലെയാണ് സെബാസ്റ്റ്യനെ ഈ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് പലതവണ തെളിവെടുക്കുകയും വീടിൻ്റെ പരിസരമാകെ കുഴിച്ച് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസ് കൊലപാതക കേസായിട്ട് ക്രൈംബ്രാഞ്ച് മാറ്റുകയും കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ ആഴ്ച ആദ്യം സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ വധക്കേസിൽ ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ വിട്ട് നൽകുകയും ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളുടെ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പിന്നിലുള്ള സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ സെബാസ്റ്റ്യനെ രാവിലെ എത്തിച്ചത്. 12 മണിയോടുകൂടിയാണ് ഇവിടെ സെബാസ്റ്റ്യനെ ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തിച്ചത്. പക്ഷേ വീടിൻ്റെ താക്കോലും മറ്റും കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ കയ്യിലായതിനാൽ കുറച്ചധികം സമയം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നീട് കോട്ടയത്ത് നിന്ന് വീടിൻ്റെ താക്കോലും മറ്റും എടുത്തതിന് ശേഷമാണിപ്പോൾ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെ കൊലപാതക കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റ് കാര്യമായ തെളിവുകളോ എന്തെങ്കിലും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് 10-20 വർഷം മുൻപ് കാണാതായ ഒരു സ്ത്രീ, അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് കൊലപാതക കേസായിട്ട് മാറുന്നു. തെളിവുകൾ വീണ്ടെടുക്കുക എന്നുള്ളത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളിയുള്ള കാര്യമാണ്.